ഹലോ എവ്രി വൺ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻട്രഡക്ഷൻ ടു മാസ് കമ്മ്യൂണിക്കേഷൻ ബ്ലോക്ക് 1 യൂണിറ്റ് 1 കമ്മ്യൂണിക്കേഷൻ. ഈ യൂണിറ്റിൽ നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ളതാണ്. കമ്മ്യൂണിക്കേഷന് ഒരുപാട് ഡെഫിനിഷൻസ് ഉണ്ട്. കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത് എക്സ്ചേഞ്ച് ഓഫ് ഇൻഫർമേഷൻ ആണെന്ന് നമുക്ക് പറയാം, വളരെ സിമ്പിൾ ആയിട്ടുള്ള ടേംസിൽ അല്ലെ. ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ഇൻഫർമേഷൻ എക്സ്ചേഞ്ച് ചെയ്യപ്പെടുന്നു, അല്ലെങ്കിൽ ഇൻഫർമേഷൻ ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നു, അവിടെ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നു എന്ന് നമുക്ക് പറയാം. പിന്നെ അതേപോലെ ഒരാൾക്ക് മറ്റൊരു ആളെ കോണ്ടാക്ട് ചെയ്യാനുള്ള എബിലിറ്റിയെ നമുക്ക് കമ്മ്യൂണിക്കേഷൻ എന്ന് വിളിക്കാം. പിന്നെ വേറൊരു സിമ്പിൾ ഡെഫിനിഷൻ ആണ് ഐഡിയാസിന്റെ എക്സ്ചേഞ്ചിനെ നമുക്ക് കമ്മ്യൂണിക്കേഷൻ എന്ന് വിളിക്കാം. അപ്പോൾ ഒരാൾ അയാളുടെ മനസ്സിലുള്ള ഐഡിയാസ് വേറെ ആൾക്കാരെ അറിയിക്കുന്നു, അവിടെ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നു എന്ന് നമുക്ക് പറയാം. പിന്നെ ഇൻഫർമേഷൻ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെ, അതായത് ഇൻഫർമേഷൻ നമ്മൾ വേറെ ആളുകളിലേക്ക് എത്തിക്കുന്നു. അപ്പൊ നമ്മുടെ മനസ്സിലുള്ള ഒരു ഇൻഫർമേഷൻ നമ്മൾ വേറെ കുറെ ആളുകളിലേക്ക് എത്തിക്കുന്നു. ആ ഒരു പ്രോസസ്സിനെ നമുക്ക് കമ്മ്യൂണിക്കേഷൻ എന്ന് വിളിക്കാം. എന്തൊക്കെയാണ് കമ്മ്യൂണിക്കേഷന്റെ ഫീച്ചേഴ്സ്? ഇപ്പൊ കമ്മ്യൂണിക്കേഷനിൽ ഒരു ട്രാൻസ്മിഷൻ ഓഫ് അണ്ടർസ്റ്റാൻഡിങ് നടക്കണം. അപ്പൊ എന്താണ് ട്രാൻസ്മിഷൻ ഓഫ് അണ്ടർസ്റ്റാൻഡിങ്? വളരെ ഈസി ആയിട്ടുള്ള രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ, സെൻഡർ അല്ലെങ്കിൽ ഇൻഫർമേഷൻ കൺവേ ചെയ്യുന്ന ആള് പറയുന്നത് അത് ലഭിക്കുന്ന ആൾക്ക് അല്ലെങ്കിൽ റിസീവറിന് മനസ്സിലാവണം, അവിടെ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഹാപ്പൻ ചെയ്യണം. അതിനെയാണ് നമ്മൾ പറയുന്നത് ട്രാൻസ്മിഷൻ ഓഫ് അണ്ടർസ്റ്റാൻഡിങ്. അതുണ്ടെങ്കിൽ മാത്രമേ നല്ല കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ നടന്നു എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റുള്ളൂ. പിന്നെ ഇൻഫർമേഷൻ കൺവേ ചെയ്യുന്ന ആൾക്ക് കിട്ടേണ്ട റെസ്പോൺസ്, അയാൾ കിട്ടണമെന്ന് ഉദ്ദേശിക്കുന്ന റെസ്പോൺസസ് റിസീവറിൽ നിന്ന് കിട്ടണം, അല്ലെങ്കിൽ ഇൻഫർമേഷൻ റിസീവ് ചെയ്യുന്ന ആളിൽ നിന്ന് കിട്ടണം. ഇപ്പൊ ഒരു ബിൽഡിങ്ങിൽ ഒരു ഫയർ ഉണ്ടായി, അപ്പൊ ഒരു അനൗൺസ്മെന്റ് നടക്കുകയാണ്, എല്ലാവരും ബിൽഡിംഗ് ക്ലിയർ ചെയ്യണം. അപ്പൊ ആ അനൗൺസ്മെന്റ് എഫക്റ്റീവ്ലി കൺവേ ചെയ്താൽ മാത്രമേ അവിടെ റിക്വയർഡ് റെസ്പോൺസ് ആയിട്ടുള്ള ബിൽഡിംഗ് ക്ലിയർ ചെയ്യാന്ന് പറയുന്ന കാര്യം നടക്കുള്ളൂ, അല്ലേ? അപ്പൊ അതിനെയാണ് പറയുന്നത് സെൻഡർ ഷുഡ് റിസീവ് ദ റിക്വയർഡ് റെസ്പോൺസ് ഫ്രം ദ റിസീവർ എന്ന് പറയുന്നത്. പിന്നെ എന്ത് ടൈപ്പ് കമ്മ്യൂണിക്കേഷൻ ആയാലും അവിടെ ക്ലിയർ ആയിട്ടൊരു ഗോൾ ഉണ്ടാവണം, എന്തെങ്കിലും ഉദ്ദേശത്തോടു കൂടി ആയിരിക്കും എപ്പോഴും കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. പിന്നെ അതേപോലെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഒരാൾ വായുവിലേക്ക് സംസാരിക്കുന്നതല്ല, മിനിമം 2 പേരെങ്കിലും വേണം. ഇപ്പോൾ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് അല്ലെങ്കിൽ അതിൽ കൂടുതൽ ആളുകളിലേക്ക് ഒരു ഇൻഫർമേഷൻ എത്തുമ്പോൾ മാത്രമേ അവിടെ കമ്മ്യൂണിക്കേഷൻ നടക്കുള്ളൂ. സോ ഇറ്റ് റിക്വയർസ് ദ പ്രസൻസ് ഓഫ് എ മിനിമം ഓഫ് 2 ഇൻഡിവിജ്വൽ. പിന്നെ കമ്മ്യൂണിക്കേഷൻ സർക്കുലർ പ്രോസസ് ആണ്. ഇപ്പൊ എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? കമ്മ്യൂണിക്കേഷൻ സർക്കിൾ ആണ്. അതായത് ഇൻഫർമേഷൻ ഒരാൾ കൺവേ ചെയ്യുന്നു, സെൻഡർ കൺവേ ചെയ്യുന്ന ആ ഇൻഫർമേഷൻ റിസീവറിന് കിട്ടുന്നു, അതായത് ആ ഇൻഫർമേഷൻ ലഭിക്കേണ്ട ആൾക്ക് കിട്ടുന്നു. റിസീവർ തനിക്ക് എത്രത്തോളം ആ ഇൻഫർമേഷൻ മനസ്സിലായി എന്നതിനെ പറ്റി സെൻഡറിനോട് പറയുന്നു, അല്ലെങ്കിൽ ഒരു ഫീഡ്ബാക്ക് കൊടുക്കുന്നു. അവിടെ ഒരു സർക്കിൾ അല്ലേ അത്, സെൻഡറിൽ നിന്ന് റിസീവറിലേക്ക്, റിസീവറിൽ നിന്ന് തിരിച്ച് സെൻഡറിലേക്ക്. അപ്പൊ അതുകൊണ്ടാണ് പ്രോസസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ സർക്കുലർ ആണെന്ന് നമ്മൾ പറയുന്നത്. പിന്നെ എന്തൊക്കെയാണ് കമ്മ്യൂണിക്കേഷന്റെ ഫങ്ഷൻസ്? അപ്പൊ ആദ്യത്തേത് ടു ഇൻഫോം, വളരെ ബേസിക് ആയിട്ടൊരു കാര്യമാണ് അല്ലെ. കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇൻഫർമേഷൻ കൺവേ ചെയ്യാണ്. അപ്പൊ അതിന്റെ ഒരു ഫങ്ഷൻ എന്തായിരിക്കും? ടു ഇൻഫോം. അപ്പൊ ഇത് 2 രീതിയിൽ നടക്കാം, വെർബൽ ആയിട്ട് നടക്കാം, നോൺ വെർബൽ ആയിട്ട് നടക്കാം. വെർബൽ ആയിട്ടെന്ന് പറയുമ്പോൾ നമ്മൾ വേർഡ്സിലൂടെ അറിയിക്കുന്നു. നോൺ വെർബൽ എന്ന് പറയുമ്പോൾ നമ്മൾ വേർഡ്സ് ഇല്ലാതെ, അതായത് ബോഡി ലാംഗ്വേജിലൂടെ, ജെസ്റ്റേഴ്സിലൂടെ ഒക്കെ അറിയിക്കുന്നു. അതിനെയാണ് നമ്മൾ നോൺ വെർബൽ എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ ഒരാളോട് സംസാരിക്കുമ്പോൾ നമ്മൾ കൈ കെട്ടി അയാളിൽ നിന്ന് തിരിഞ്ഞു നിൽക്കുകയാണ്, ഇറ്റ്സ് ക്ലിയർ അല്ലേ. അവിടെ നമുക്ക് സംസാരിക്കാൻ വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല, എന്തിനോ വേണ്ടി സംസാരിക്കുകയാണെന്നുള്ളത് ക്ലിയർ ആണ്. അപ്പൊ അവിടെ നോൺ വെർബൽ ആയിട്ടും കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ ഇൻഫോം ചെയ്യാനാണ് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്, അത് വെർബൽ ആയിട്ടായിരിക്കാം, നോൺ വെർബൽ ആയിട്ടായിരിക്കും. പിന്നെ വേരിയസ് ഫോംസ് ഓഫ് മീഡിയയിലൂടെ കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ സംസാരിക്കുന്നത് മാത്രമല്ല, റിട്ടേൺ ഫോമിലും കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട് അല്ലേ. അപ്പൊ മാഗസിൻസിലൂടെ, ന്യൂസ് പേപ്പേഴ്സിലൂടെ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട്. അപ്പൊ വേരിയസ് ഫോംസ് ഓഫ് മീഡിയയിലൂടെ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട് നമുക്ക് പറയാം.
പിന്നെ ഇന്റർപേഴ്സണൽ ആണെങ്കിൽ ഗ്രൂപ്പ് സെറ്റിംഗ്സിൽ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട്. അതായത് ഒരാൾ മറ്റൊരാളോട് സംസാരിക്കുന്നത് മാത്രമല്ല കമ്മ്യൂണിക്കേഷൻ. ഇപ്പൊ ഒരു കുട്ടികളുടെ ഒരു ഗ്രൂപ്പ് ഇരുന്ന് ഒരുമിച്ച് സ്റ്റഡി മെറ്റീരിയൽസ് ഷെയർ ചെയ്യാണ്. അവിടെ ഒരു ഗ്രൂപ്പ് സെറ്റിംഗ് ആണ് അല്ലെ, ഇന്റർപേഴ്സണൽ സെറ്റിംഗ് ആണ്. പക്ഷെ അവിടെ എന്ത് നടക്കുന്നുണ്ട്? കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട്. നെക്സ്റ്റ്, കമ്മ്യൂണിക്കേഷന്റെ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് പേഴ്സ്വേഡ് ചെയ്യാനാണ്. ഇപ്പൊ എന്താ പേഴ്സ്വേഡ് ചെയ്യാന്ന് പറഞ്ഞാൽ? പേഴ്സ്വേഷൻ എന്ന് പറഞ്ഞാൽ കൺവിൻസ് ചെയ്യാന്ന്. അതായത് ഇപ്പൊ നമ്മുടെ ഒരു ഒപ്പീനിയൻ, നമ്മുടെ ഒരു അഭിപ്രായം മറ്റൊരാളെ കൂടെ അഭിപ്രായത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് നമ്മൾ നോക്കുക. ഇപ്പൊ നമ്മുടെ ഒരു അഭിപ്രായം ലഞ്ച് ബ്രേക്കിന്റെ സമയം കൂട്ടണം എന്നാണെന്ന് വിചാരിക്കുക. നമ്മുടെ ഒരു ഫ്രണ്ടിന് ആ ഒരു അഭിപ്രായം ഇല്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ ഫ്രണ്ടിനെ ആ അഭിപ്രായത്തിലേക്ക് കൊണ്ടുവരാനായിട്ട്, സെയിം അഭിപ്രായത്തിലേക്ക് കൊണ്ടുവരാനായിട്ട്, കൺവിൻസ് ചെയ്യാനായിട്ട് നോക്കുകയാണെങ്കിൽ നമ്മൾ അവിടെ എന്ത് ചെയ്യാനാണ് നോക്കുന്നത്? പേഴ്സ്വേഡ് ചെയ്യാനാണ് നോക്കുന്നത്. പല സെറ്റിങ്ങുകളിലും പേഴ്സ്വേഷൻ നടക്കാം. സ്കൂളുകളിൽ നടക്കാം, ഓഫീസിൽ നടക്കാം, നമ്മുടെ വീട്ടിൽ നടക്കാം. ഇതിന് വളരെ രസമുള്ളൊരു എക്സാമ്പിള്, ഒരു കൊച്ചുകുട്ടിയോട് നമ്മൾ പറയാണ്, നല്ല കുട്ടിയായിട്ട് ഇരുന്നാൽ ഞാൻ മിഠായി തരാം എന്ന് നമ്മൾ പറയാണ്. അപ്പൊ അവിടെ എന്താ, നമ്മൾ ആ കുട്ടിയെ പേഴ്സ്വേഡ് ചെയ്യാനാണ് നോക്കുന്നത് അല്ലെ, മിഠായി കാണിച്ച് പേഴ്സ്വേഡ് ചെയ്യാനാണ് നോക്കുന്നത്. പിന്നെ നെക്സ്റ്റ് പറയുന്നത്, പേഴ്സ്വേഡ് ചെയ്യണമെങ്കിൽ, നമുക്ക് മറ്റൊരാളെ പേഴ്സ്വേഡ് ചെയ്യണമെങ്കിൽ അവിടെ ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ അത്യാവശ്യമാണ്. ഇപ്പൊ ലിറ്ററേച്ചർ പഠിക്കുന്ന കുട്ടികൾക്ക് വളരെ പരിചയമുള്ള ഒരു എക്സാമ്പിൾ ആയിരിക്കും മാർക്ക് ആന്റണിയുടെ സ്പീച്ച്. റോമക്കാരൻ മുഴുവനും ഒരൊറ്റ സ്പീച്ചിലൂടെ ആന്റണി കയ്യിലെടുത്തു അല്ലെ. അപ്പൊ അത്രയും ഇഫക്റ്റീവായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. അപ്പൊ നമുക്ക് ആളുകളെ കൺവിൻസ് ചെയ്യണമെങ്കിൽ, ആളുകളെ പേഴ്സ്വേഡ് ചെയ്യണമെങ്കിൽ അവിടെ ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ വളരെയേറെ ആവശ്യമാണ്. നെക്സ്റ്റ്, കമ്മ്യൂണിക്കേഷന്റെ വേറൊരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് മോട്ടിവേറ്റ് ചെയ്യാൻ. എന്താ മോട്ടിവേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ? ഒരു കാര്യം ചെയ്യാൻ ഒരു എനർജി കൊടുക്കുക അല്ലെ. യു ക്യാൻ ഡു ഇറ്റ് എന്നൊക്കെ പറഞ്ഞൊരു എനർജി കൊടുക്കുക. അതിനെയാണ് നമ്മൾ മോട്ടിവേറ്റ് ചെയ്യാന്ന് പറയാ. അപ്പൊ മോട്ടിവേറ്റ് ചെയ്യാൻ കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണ് ഇഫക്റ്റീവ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുക? അതായത് നമ്മൾ ക്ലിയർ ആയിട്ട് ഗോൾസ് സെറ്റ് ചെയ്യുക. ഇന്ന കാര്യങ്ങളൊക്കെയാണ് ക്ലിയർ ആയിട്ട് ചെയ്യാനുള്ളത് എന്ന് നമ്മൾ പറയാം ആ കാര്യങ്ങൾ ചെയ്യേണ്ട ആളുടെ അടുത്ത്. പിന്നെ അയാൾ ആ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നല്ല രീതിയിൽ ഫീഡ്ബാക്ക് കൊടുക്കുക. നന്നായിട്ട് ചെയ്തോ, അല്ലെങ്കിൽ ഇമ്പ്രൂവ് ചെയ്യാനുണ്ടോ എന്നൊക്കെ നല്ല രീതിയിൽ ഫീഡ്ബാക്ക് കൊടുക്കുക. അപ്പൊ ഇതൊക്കെ കറക്റ്റ് ആയിട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ, ഇതൊക്കെ നമ്മൾ ക്ലിയർ ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു മോട്ടിവേഷൻ ഉണ്ടാവും. അപ്പൊ ഈ നല്ല ഗോൾസ് സെറ്റ് ചെയ്യുക, നല്ല ക്ലിയർ ആയിട്ട് ഗോൾസ് സെറ്റ് ചെയ്യുക, ഫീഡ്ബാക്ക് പ്രൊവൈഡ് ചെയ്യുക ഒക്കെ ചെയ്യുന്ന വഴി ഒരു ക്ലാരിറ്റി കിട്ടും. ആ ക്ലാരിറ്റിയിൽ നിന്ന് എന്തുണ്ടാവും? മോട്ടിവേഷൻ ഉണ്ടാവും. നെക്സ്റ്റ്, കമ്മ്യൂണിക്കേഷന്റെ പ്രിൻസിപ്പിൾസ് ആണ്. വാട്ട് ആർ ദ പ്രിൻസിപ്പിൾസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ? അപ്പൊ ആദ്യത്തേത് വളരെ ഓബ്വിയസ് ആയിട്ടുള്ളൊരു കാര്യമാണ്, പ്രിൻസിപ്പിൾ ഓഫ് അണ്ടർസ്റ്റാൻഡിങ്. അപ്പൊ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ അണ്ടർസ്റ്റാൻഡിങ് കമ്മ്യൂണിക്കേഷൻ്റെ ഒരു പില്ലറാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവണമെങ്കിൽ കമ്മ്യൂണിക്കേഷൻ വളരെ ക്ലിയർ ആയിരിക്കണം. പിന്നെ കമ്മ്യൂണിക്കേഷൻ വളരെ കൺസൈസ് ആയിരിക്കണം. കൺസൈസ് ആയിരിക്കണം എന്ന് പറഞ്ഞാൽ ടു ദ പോയിന്റ് ആയിരിക്കണം. എന്താ എന്നുള്ളത് നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നുള്ളത് ക്ലിയർ ആയിട്ട് പറയണം. അതേപോലെ ഇഫക്റ്റീവ് ആയിട്ട് ടു ദ പോയിന്റ് നമ്മൾ പറയണം. ഇപ്പൊ നമ്മൾ ഇതിനൊരു എക്സാമ്പിൾ പറയാം. അതായത് പശുവിനെ പറ്റി പറഞ്ഞു തുടങ്ങി പുല്ലിനെ പറ്റി സംസാരിക്കരുതെന്ന്. അപ്പൊ നമ്മൾ റാമ്പിൾ ചെയ്യരുത്, ഒരു വിഷയത്തിൽ നിന്ന് മറ്റൊരു വിഷയത്തിലേക്ക് ഇങ്ങനെ ചാടി ചാടി പോരുത്. നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത് അത് ക്ലിയർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. പിന്നെ ഫ്രെയിം ഓഫ് റെഫറൻസ് സെൻഡറിനും റിസീവറിനും സെയിം ആയിരിക്കണം. ഇപ്പൊ എന്താണ് ഫ്രെയിം ഓഫ് റെഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഗ്രീക്ക് മിത്തോളജിയെ പറ്റി ഒന്നും അറിയാത്ത ഒരാളോട് നമ്മൾ ഷീ വാസ് സോ ബ്യൂട്ടിഫുൾ ദാറ്റ് ഷീ ഹാഡ് എ ഫേസ് ദാറ്റ് ലോഞ്ച്ഡ് 1,000 ships എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കുന്ന ആൾക്ക് മനസ്സിലായിക്കൊള്ളുന്നില്ല നമ്മളൊരു ഹെലൻ ഓഫ് ട്രോയ് റെഫറൻസ് ചെയ്യാണെന്ന്. അപ്പൊ സെൻഡറിനും റിസീവറിനും ഒരുപോലെ ധാരണയുള്ള കാര്യങ്ങളെ നമ്മൾ റെഫർ ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ അതാണ് ഫ്രെയിം ഓഫ് റെഫറൻസ് മസ്റ്റ് ബി ദ സെയിം എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാലേ അവിടെ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവുള്ളൂ. നെക്സ്റ്റ്, പ്രിൻസിപ്പിൾ ഓഫ് അറ്റൻഷൻ. നമ്മൾ പ്രിൻസിപ്പിൾ ഓഫ് അറ്റൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ
നമ്മൾ ഇൻഫർമേഷൻ പ്രസന്റ് ചെയ്യുന്നത് വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള രീതിയിലായിരിക്കണം. അപ്പൊ നമ്മൾ ആ ഇൻഫർമേഷൻ ലഭിക്കുന്ന ആള് അത് ശ്രദ്ധിക്കണം. ഇപ്പൊ ഇതിന് നമുക്ക് അഡ്വർടൈസ്മെന്റ്സ് വളരെ നല്ലൊരു എക്സാമ്പിൾ ആണ്. അഡ്വർടൈസ്മെന്റ്സ് അങ്ങനെയാണ് പ്രസന്റ് ചെയ്യുക അല്ലെ? എത്ര അപ്പീലിംഗ് ആയുള്ള രീതിയിൽ പ്രസന്റ് ചെയ്യാമോ അത്രയും അപ്പീലിംഗ് ആയുള്ള രീതിയിൽ പ്രസന്റ് ചെയ്യാനാണ് അഡ്വർടൈസേഴ്സ് ശ്രമിക്കുക. അപ്പൊ അത് നമ്മൾ റിസീവറിന്റെ അറ്റൻഷൻ കീപ്പ് ചെയ്യണമെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ എന്താണ് സെൻഡറിന്റെ മോട്ടിവേഷൻ ഈ ഇൻഫർമേഷൻ കൺവേ ചെയ്യുന്നത് കൊണ്ട്, ഇത് കൺവേ ചെയ്യുന്നതുകൊണ്ട് സെൻഡർ എന്താണ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് എന്നത് വളരെ ക്ലിയർ ആയിരിക്കും. ഇപ്പൊ ഒരു വെഡിങ് ഇൻവിറ്റേഷൻ കിട്ടുകയാണെങ്കിൽ അത് ക്ലിയർ ആണ് അല്ലെ, നിങ്ങൾ കല്യാണത്തിന് വരണം എന്നാണ് അതുകൊണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ ആയാലും റിസീവ് ചെയ്യുന്ന ആളുടെ അറ്റൻഷൻ കീപ്പ് ചെയ്യണമെങ്കിൽ അത് ഇൻഫർമേഷൻ കൺവേ ചെയ്യുന്ന ആളുടെ മോട്ടിവേഷൻ എന്താണോ അത് വളരെ ക്ലിയർ ആയിരിക്കും. നെക്സ്റ്റ്, പ്രിൻസിപ്പിൾ ഓഫ് ബ്രെവിറ്റി. ഇപ്പൊ എന്താണ് നമ്മൾ ബ്രെവിറ്റി എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ബ്രെവിറ്റി എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മെസ്സേജ് മസ്റ്റ് ബി ഷോർട്ട്. ഇപ്പൊ നമ്മൾ ഒരുപാട് റാമ്പിൾ ചെയ്യുന്ന പോലത്തെ ഒരു മെസ്സേജ് ആണ് നമ്മൾ റിസീവറിന് കൊടുക്കുന്നതെങ്കിൽ അത് റിസീവറിന്റെ അറ്റൻഷൻ കീപ്പ് ചെയ്തോളണമെന്നില്ല, റിസീവർ അത് ശ്രദ്ധിച്ചോളണമെന്നില്ല. അപ്പോൾ ഇറ്റ്സ് ബെറ്റർ ടു കീപ് ദ മെസ്സേജ് ഷോർട്ട്. നേരത്തെ പറഞ്ഞതുപോലെ ടു ദ പോയിന്റ്, കീപ് ഇറ്റ് ഷോർട്ട് ടു ദ പോയിന്റ്. പിന്നെ നെക്സ്റ്റ്, ക്ലാരിറ്റി ആൻഡ് ഫുൾനെസ് ആർ ഇമ്പോർട്ടൻറ്റ്. എന്താണ് ക്ലാരിറ്റി? മെസ്സേജ് ക്ലിയർ ആയിരിക്കണം അല്ലെ, ദാറ്റ് ഈസ് ഈസിലി അണ്ടർസ്റ്റാൻഡബിൾ. എന്താണ് ഫുൾനെസ്? ഇപ്പൊ നമ്മൾ മെസ്സേജ് ഷോർട്ട് ആക്കണം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ മെസ്സേജ് കംപ്ലീറ്റ് ആയിക്കൊള്ളണമെന്നില്ല. ദ മെസ്സേജ് മൈറ്റ് നോട്ട് ബി കംപ്ലീറ്റ് ബിക്കോസ് ഇറ്റ്സ് ടു ഷോർട്ട്. അങ്ങനെ ആവാൻ പാടില്ല. മെസ്സേജ് ഷോർട്ട് ആയിരിക്കണം, എന്നാൽ ഇറ്റ് ഷുഡ് ബി കംപ്ലീറ്റ്, ഇറ്റ് ഷുഡ് ബി ഫുൾ. എന്താണോ പറയാനുള്ളത് അത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടാവണം. അതാണ് ഫുൾനെസ്. അപ്പൊ ക്ലാരിറ്റിയും ഫുൾനെസ്സും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ ഇതെല്ലാം ബാലൻസ്ഡ് ആവുമ്പോഴാണ് ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. അതായത് ബ്രെവിറ്റിയും ക്ലാരിറ്റിയും ഫുൾനെസ്സും ബാലൻസ്ഡ് ആവുമ്പോഴാണ് അവിടെ ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത് എന്ന് നമുക്ക് പറയാം. നെക്സ്റ്റ്, ദ പ്രിൻസിപ്പിൾ ഓഫ് ടൈംലിനെസ്. അതായത് നമ്മളൊരു മെസ്സേജ് കറക്റ്റ് മൊമെന്റിൽ അല്ലെങ്കിൽ പറയാൻ പാടുള്ള മൊമെന്റിലേ നമ്മൾ കൺവേ ചെയ്യാൻ പാടുള്ളൂ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മളൊരു ഫ്യൂണറലിന് പോയിട്ട് ഒരു ജോക്ക് പറയില്ല അല്ലെ, ദാറ്റ്സ് നോട്ട് അപ്രോപ്രിയേറ്റ്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഒരു മെസ്സേജ് വളരെ ഏർലി കൊടുക്കുകയാണെങ്കിൽ, വളരെ നേരത്തെ കൊടുക്കുകയാണെങ്കിൽ അത് ആ മെസ്സേജ് കിട്ടുന്ന ആള് അത് മറന്നു പോകുന്ന ഒരവസ്ഥ വരാൻ ചാൻസ് ഉണ്ട്, അയാൾ മറന്നു പോകാൻ ചാൻസ് ഉണ്ട്. ഇപ്പൊ വളരെ ഏർലി മെസ്സേജ് കൊടുക്കുന്നത് അത്ര നല്ലതായിരിക്കില്ല. പക്ഷെ വളരെ ലേറ്റ് ആയിട്ട് കൊടുക്കുന്നതും നല്ലതല്ല, കാരണം ആ മെസ്സേജിന്റെ റെലവൻസ് നഷ്ടപ്പെട്ടു പോവാം. അതായത് ഇപ്പൊ നമ്മൾ ആ മെസ്സേജ് ആരെയാണോ അറിയിക്കാൻ ശ്രമിക്കുന്നത് അയാൾ ഓൾറെഡി അത് അറിഞ്ഞിട്ടുണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അത് ആ മെസ്സേജിന്റെ റെലവൻസ് അവിടെ നഷ്ടപ്പെട്ടു. അപ്പോൾ the message should not be conveyed too early nor should it be too delayed. വളരെ ഏർലി ആവാനും പാടില്ല, വളരെ ഡിലേഡ് ആവാനും പാടില്ല. ഗോൾഡിലോക്സ് പോലെയാണ്, കറക്റ്റ് ടൈമിന് വേണം നമ്മൾ മെസ്സേജ് കൺവേ ചെയ്യാനായിട്ട്. സോ ദാറ്റ് ഇസ് ദ പ്രിൻസിപ്പിൾ ഓഫ് ടൈംലിനെസ്. ഇനി പ്രിൻസിപ്പിൾ ഓഫ് അപ്രോപ്രിയേറ്റ്നെസ് എന്ന് പറയുമ്പോൾ നമ്മൾ ആക്സെപ്റ്റബിൾ ആയിരിക്കണം, നമ്മൾ കൺവേ ചെയ്യുന്ന മെസ്സേജ് ലോജിക്കൽ ആയിരിക്കണം. ഇപ്പൊ നമ്മളൊരാളെ രാത്രി 12 മണിക്ക് വിളിച്ചിട്ട് ഒരു 10 മിനിറ്റിനുള്ളിൽ എനിക്കൊരു ആർട്ടിക്കിൾ വേണം എന്ന് പറഞ്ഞാൽ ദാറ്റ്സ് നോട്ട് ആക്സെപ്റ്റബിൾ അല്ലേ, ദാറ്റ്സ് നോട്ട് അപ്രോപ്രിയേറ്റ്. ഒരാൾ അത്രയും ലേറ്റ് ആയിട്ട് വിളിക്കുന്നത് അപ്രോപ്രിയേറ്റ് അല്ല, ലോജിക്കലും അല്ല. പിന്നെ അതേപോലെ ഇല്ലോജിക്കൽ ആവാൻ പാടില്ല. മെസ്സേജ് ഇമ്പോസിബിൾ ടു ഇംപ്ലിമെന്റ് ആവാൻ പാടില്ല, ചെയ്യാൻ ഇമ്പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യം ആവാനും പാടില്ല. ഇപ്പൊ നമ്മളൊരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ വിളിച്ചിട്ട് പറയാണ് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊരു പ്രൊജക്ട് നിങ്ങൾ ഒരു ദിവസം കൊണ്ട് ചെയ്യണം, that's impossible to implement അല്ലെ, that's impossible to do. അപ്പൊ അങ്ങനെ ചെയ്യാനായിട്ട് പാടില്ല. ഇതിനെയാണ് നമ്മൾ പ്രിൻസിപ്പിൾ ഓഫ് അപ്രോപ്രിയേറ്റ്നെസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വി മൂവ് ഓൺ ടു ദ പ്രിൻസിപ്പിൾ ഓഫ് ഫീഡ്ബാക്ക്.
അപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഒരു ടു വേ സ്ട്രീറ്റ് ആണ് അല്ലേ? കേൾക്കുന്ന ആൾക്കും പറയുന്ന ആൾക്കും അല്ലെങ്കിൽ ഇൻഫർമേഷൻ സെൻഡ് ചെയ്യുന്ന ആൾക്കും റിസീവ് ചെയ്യുന്ന ആൾക്കും ഒരേ ഇമ്പോർട്ടൻസ് ആണ് ഉള്ളത്. അപ്പൊ നമ്മൾ പറഞ്ഞൊരു കാര്യമാണ് കമ്മ്യൂണിക്കേഷൻ സർക്കുലർ ആണെന്ന് അല്ലേ? അതായത് സെൻഡർ മെസ്സേജ് സെൻഡ് ചെയ്യുന്നു, റിസീവർ അത് റിസീവ് ചെയ്യുന്നു, എത്രത്തോളം മനസ്സിലായി എന്ന ഫീഡ്ബാക്ക് സെൻഡറിന് കൊടുക്കുന്നു. അപ്പൊ ഈ ഫീഡ്ബാക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഈ ഫീഡ്ബാക്കിനെ ബേസ് ചെയ്തിട്ടാണ് സെൻഡർ ഇനി മെസ്സേജസ് കൺവേ ചെയ്യുമ്പോൾ താൻ എന്തൊക്കെ ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത്. അപ്പൊ സെൻഡറിനെ ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഫീഡ്ബാക്ക് ഹെൽപ്പ് ചെയ്യും. പിന്നീട് കൺവേ ചെയ്യുന്ന മെസ്സേജസിനെ അഡ്ജസ്റ്റ് ചെയ്ത് പ്രോപ്പർ ആയിട്ട് കൺവേ ചെയ്യാനായിട്ട് ഫീഡ്ബാക്ക് ഹെൽപ്പ് ചെയ്യും. അപ്പൊ ഇതാണ് പ്രിൻസിപ്പിൾ ഓഫ് ഫീഡ്ബാക്ക്. ഇവിടെ നമ്മൾ നമ്മുടെ യൂണിറ്റ് കൺക്ലൂഡ് ചെയ്യാണ്. താങ്ക് യു ഓൾ ഫോർ ലിസ്ണിംഗ്.